രാജ്യത്തെ പ്രമുഖ ബാങ്കുകളിലെല്ലാം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ഒന്നോ അതിലധികമോ അക്കൗണ്ട് ഉള്ളവരും അതോടൊപ്പം തന്നെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി വായ്പകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വേതനങ്ങൾ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുള്ള സാധാരണക്കാരെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പ്. ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട സുപ്രധാന മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുകൂടി വേണം. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നിലവിൽ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമൊക്കെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നവർക്കും അതോടൊപ്പം തന്നെ ചുരുക്കം ചില ഗുണഭോക്താക്കൾക്കും വിവിധ ബാങ്കുകളിൽ നിന്ന് അവരുടെ ഇലക്ട്രോണിക് വേരിഫിക്കേഷൻ, അതായത് ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന സംവിധാനത്തിന് വേണ്ടി, ഇലക്ട്രോണിക് KYC ഈ സംവിധാനത്തിന് വേണ്ടി ബാങ്കുകളിൽ നിന്നുള്ള SMS സന്ദേശങ്ങൾ ഫോണിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകും. നിലവിൽ നമ്മുടെ അക്കൗണ്ട് ഇലക്ട്രോണിക് KYC സമർപ്പിച്ച് പുതുക്കിയില്ല എങ്കിൽ അതിനുവേണ്ടി ആധാറിൻ്റെ ഒറിജിനൽ, ആധാറിൻ്റെ കോപ്പി, ഈ KYC ഫോം ഫില്ല് ചെയ്താണ് ബാങ്ക് കൃത്യമായിട്ട് ബാങ്കിൽ ഏൽപ്പിക്കേണ്ടത്. നമ്മളുടെ ഹോം ബ്രാഞ്ച് സന്ദർശിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ വീഡിയോ KYC പോലുള്ള വിവിധ സംവിധാനങ്ങളുണ്ട്, എങ്കിലും അതെല്ലാം തന്നെ അത്ര കണ്ട് പര്യാപ്തമാകില്ല. അതുകൊണ്ട് തന്നെ ബ്രാഞ്ചിൽ നേരിട്ടെത്തുകയാണ് ഗുണഭോക്താക്കൾ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ മുൻപ് പറഞ്ഞ രേഖകളെല്ലാം അറ്റാച്ച് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോമും ഫില്ല് ചെയ്ത് KYC പുതുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തുവെങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസാക്ഷനുകൾ തടസ്സമില്ലാതെ നടത്തുകയും അതോടൊപ്പം തന്നെ നമുക്ക് പണമിടപാടുകൾ തുക അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുന്നതിനും അത് പിൻവലിക്കുന്നതിനുമെല്ലാം സാധിക്കുകയുള്ളൂ. ATM ഇടപാടുകൾ ഉൾപ്പെടെ സുഗമമായിട്ട് നടക്കണമെങ്കിൽ ഈ പ്രധാന കാര്യം ശ്രദ്ധിച്ചിരിക്കണം. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിരവധി തട്ടിപ്പ് സന്ദേശങ്ങളാണ് നമ്മുടെ വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. ഇത്തരത്തിലുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമാകുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. ബാങ്ക് KYC പുതുക്കലുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന ലിങ്കുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകൾ അതൊന്നും തന്നെ ഡൗൺലോഡ് ചെയ്ത് പ്രവർത്തിപ്പിക്കാതിരിക്കുക. ബാങ്ക് നിർദ്ദേശിച്ചിട്ടുള്ള ആപ്ലിക്കേഷനിലൂടെ പണമിടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആകർഷകമായ എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ വാഗ്ദാനം ചെയ്തുള്ള അറിയിപ്പുകളാണ് എങ്കിൽ പോലും അത്തരത്തിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരത്തിൽ തട്ടിപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ പരാതികൾ രജിസ്റ്റർ ചെയ്യാനും മടിക്കരുത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ATM പണം പിൻവലിക്കലുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ നമ്മളുടെ ബാങ്ക് ATM ശൃംഖലയിൽ നിന്ന് തന്നെ പരമാവധി 5 തവണകൾ സൗജന്യമായിട്ട് പിൻവലിക്കാൻ സാധിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു ബാങ്കുകളുടെ ATM ശൃംഖലകളിൽ നിന്നും 5 തവണ പിൻവലിക്കാനായിട്ടായിരുന്നു മുൻപ് സാധിച്ചിരുന്നത്. മറ്റ് ബാങ്കുകളുടെ ATM ശൃംഖലയിൽ നിന്നും പണം പിൻവലിക്കാനുള്ള പരിധി അതിപ്പോൾ ചുരുക്കുകയാണ്. 3 എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ചുരുക്കുന്നത്. മുൻപ് 5 ഉണ്ടായിരുന്ന 3ലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം പിന്നീട് നടത്തുന്ന ഓരോ ട്രാൻസാക്ഷനുകൾക്കും 20 രൂപ മുതൽ 25 രൂപ വരെ ഏപ്രിൽ 1-ാം തീയതി മുതൽ ബാധകമാകും. വിവിധ ബാങ്കുകൾ ഇത് സംബന്ധിച്ച സ്ഥിരീകരണ അറിയിപ്പുകൾ നൽകിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് എങ്കിൽ കൃത്യമായിട്ട് നമ്മളുടെ ഹോം ബ്രാഞ്ച് സന്ദർശിച്ച് എത്ര ATM ട്രാൻസാക്ഷനുകളാണ് മറ്റ് ബാങ്കുകളുടെ ATMിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. അല്ല എങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും 20-ഉം 25-ഉം എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക് തുടങ്ങിയ പ്രമുഖ ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ അവരുടെ മിനിമം ബാലൻസിൻ്റെ തുക അതിപ്പോൾ പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് ബാങ്കുകൾ. അതെത്രയാണ് എന്ന് ഹോം ബ്രാഞ്ച് വഴി കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കുക. ഇനി മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എങ്കിൽ കൃത്യമായിട്ട് മാസാവസാനം പിഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നും പ്രധാന അറിയിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മിനിമം ബാലൻസ് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.